അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഒരു പോസ്റ്റർ. നമുക്കിനി ലിങ്ക്ഡിൻ ആണ് വേണ്ടത്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ കഴിഞ്ഞു, ഇനി ലിങ്ക്ഡിൻ ആണ് വേണ്ടത്. അപ്പോൾ ലിങ്ക്ഡിൻ്റെ സൈസ് എവിടെ അല്ല, ലിങ്ക്ഡിൻ്റെ സൈസ് ഈ ലിസ്റ്റിലില്ല. ആക്ച്വലി ലിങ്ക്ഡിൻ്റെ സൈസ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസും, ഇത് രണ്ടും സെയിം തന്നെയാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം ലിങ്ക്ഡിൻ്റെ സൈസ് എന്താ നമുക്ക് വേണ്ടേ. അത് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം. ലിങ്ക്ഡിൻ പോസ്റ്റ് സൈസ് ഇതാണ് 1080 to 1080 ഫോർ സ്ക്വയർ ഇമേജ്, 1920 to 1080 ഫോർ പോർട്രൈറ്റ് ഇമേജ്. ഓക്കെ, ലാൻഡ്സ്കേപ്പും സ്ക്വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് സ്ക്വയർ ഇമേജ് മതി. ആക്ച്വലി ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റ് അവർ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ല ലിങ്ക്ഡിൻക്ക് ഇടാനാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാനാണെന്ന് പറയുള്ളൂ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാനാണെന്നും പറയാറില്ല നോർമൽ കേസിൽ. നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെസ്റ്റ്, ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ലിങ്ക്ഡിനൊന്നും അത്ര അധികം, ലിങ്ക്ഡിൻ്റെ ഒന്നും വർക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടും കൂടിയില്ല. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് വന്ന വർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. ഓക്കെ, മേ ബി ലിങ്ക്ഡിനൊക്കെ വരുമായിരിക്കാം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, 1080 to 1080 എടുക്കാം അവിടെ. ഓക്കെ, നമുക്ക് ലിങ്ക്ഡിൻ്റെ സൈസിലൊന്ന് കിട്ടിയാണ്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡിൻ്റെ പോസ്റ്ററാണ്. നമുക്കൊരു ഗ്രീന് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആക്കാം. ഈ ഒരു സർക്കിള് കുറച്ച് ഡാർക്ക് ഗ്രീൻ ആക്കാം. ഈ ഗ്രീന് കുറച്ച് ഓക്കെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡിൻ്റെ പോസ്റ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡ് എന്ന് സെർച്ച് ചെയ്തെടുക്കാം, ഫുഡിൻ പ്ലേറ്റ്. നല്ലൊരു ഫോട്ടോ നമുക്ക് എടുക്കാം. നമുക്കൊരു വൈറ്റ് പ്ലേറ്റ് എടുക്കാം. ഇതാകുമ്പോൾ ഈ രണ്ട് കളറുമായിട്ട് സിങ്ക് ആവുന്നില്ല. വൈറ്റ് പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിന്റ് എന്താ പറയുക, ക്യാൻവയിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഇപ്പോൾ ഈ ഇമേജ് നമുക്ക് എന്ത് വേണ്ട, തൽക്കാലത്തിന് നമുക്ക് ഈ ഒരു ഇമേജ് വേണ്ട, നമുക്ക് എന്നാൽ ഡിലീറ്റ് ആക്കും വേണ്ട, അത് വേണ്ട സാധനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എവിടെ, നമ്മുടെ ഫോട്ടോഷോപ്പിലും വേറെ എല്ലാ സോഫ്റ്റ്വെയറിലും. നമുക്ക് ക്യാൻവയിൽ എന്തില്ല, അങ്ങനെ ഹൈഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാം പറയാമല്ലോ. അപ്പോൾ ഇത്ര ആയി. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ ലോഗോ പ്ലേസ് ചെയ്യാം, പിന്നെ ഇവിടെ കോണ്ടാക്റ്റ് നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. അല്ല വേണ്ട, കോണ്ടാക്ട് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം ഈ സൈഡിൽ. നമുക്ക് ടൈറ്റിലും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ കുറച്ചും കൂടെ ഇതിപ്പോൾ വെറും ഒരു ഇമേജ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഇതിൽ എന്തെങ്കിലുമൊക്കെ എലമെൻസും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഡോട്ട്
ഓക്കെ, ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യാം? ലീഫ്. നമുക്ക് നല്ല ഒരു ലീഫ് വേണം. ഇത് കൊള്ളാം. കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കാം. ഇനി നമുക്കൊരു ഓഫർ ടാഗ് കൊടുക്കണം. നമുക്കത് എവിടെ പ്ലേസ് ചെയ്യാം? ഇവിടെ പ്ലേസ് ചെയ്താൽ അത് നോക്കാം. ഇവിടെ പ്ലേസ് ചെയ്താൽ ഇവിടെയാണ് നമ്മളെ ടൈറ്റിൽ വരുന്നത്. അപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം ഓഫർ ടാഗ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ 40% അല്ലെങ്കിൽ എത്ര കൊടുക്കാം? നമുക്ക് 50% ഓഫ്. എന്നിട്ട് അതിനെ വലുതാക്കിയിട്ട് ബോൾഡാക്കുക. അതിൻ്റെ കളറ് വൈറ്റ് ആക്കുക. സർക്കിളിൻ്റെ കളറ് നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് ആക്കാം. അതാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് ഗ്രീൻ ആക്കി നോക്കാം. ഓക്കെ, പക്ഷെ അത് അത്ര വലുപ്പമല്ല. ഇവിടെ ഇത് ഈ വൈറ്റിൽ വരുന്നതുകൊണ്ട് ഒരു ഭംഗിയില്ല അല്ലേ? വേറെ കളർ മാറ്റിയാൽ ഈ കളർ കൊള്ളാം. ഈ ഒരു ഇതിലുള്ള കളർ തന്നെയാണ് കേട്ടോ. ഈ ഇതിലുള്ള കളർ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൊടുത്താൽ വേണ്ട, വൈറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് വൈറ്റിന് നമുക്ക് ഷാഡോ കൊടുത്തു നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. ഓ, നമുക്ക് ഷെയ്പ്പിന് ഷാഡോ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്പിന് നമുക്ക് ഇവിടെ ഷാഡോ കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒന്നും കൂടി എടുക്കുക. അതായത് ഒന്നും കൂടി എടുക്കല്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചല്ലേ അതിനെ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അത് കളർ മാറ്റുക, അല്ലെങ്കിൽ ആ വൈറ്റിൻ്റെ അടി നമുക്ക് കിട്ടൂല. നമ്മളതിന് ഷാഡോ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഷാഡോ ഉണ്ടാക്കാമെന്ന്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ 2 ആക്കി. എന്നിട്ട് ഒന്നിൻ്റെ മേലെ കൊണ്ടുവച്ചു രണ്ടാമത്തെ. എന്നിട്ട് ഓൾട്ട് 1 അടിച്ചിട്ട് ഇതാണ് മേലുള്ളത്, ഇതാണ് താഴെയുള്ളത്. താഴെയുള്ളതിൻ്റെ കളർ പോയിട്ട് ബ്ലാക്ക് ആക്കി. എന്നിട്ട് ആ ബ്ലാക്കിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ചു. ഓക്കെ, ഇനി ഞാൻ ആ താഴെയുള്ളത് ഇങ്ങനെ ഓൾട്ട് വെക്കുക. എന്നിട്ട് താഴെയുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിനെങ്ങനെ നീക്കിയാൽ കീബോർഡുമ്മ നീക്കണം. കീബോർഡുമ്മ നീക്കാൻ പറ്റുന്നില്ല. കീബോർഡുമ്മ ഇങ്ങനെ നീക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വേണ്ട, കറക്റ്റ് ഷാഡോ വന്നാൽ വേണ്ട. നമുക്കത് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സൈഡിലോട്ട് മതി ഷാഡോ. എന്നിട്ട് മേലുള്ളതിൻ്റെ കളർ വൈറ്റ് ആക്കിയാൽ ഇപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. യെസ്, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഷേപ്പിന് ശരിക്കും നമുക്ക് എന്ത് കിട്ടൂല? ഷാഡോ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷാഡോ ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് പറ്റാത്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഒരു എഫ് മിസ്സായി, ഓഫ്. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇനി എന്താ വേണ്ടേ? ഇതിൽ എന്തിനാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത? നമുക്ക് ഇവിടെ ഹെഡിങ് വേണം അല്ലേ? എന്താ നമ്മൾ കൊടുക്കുക? നമുക്കിവിടെ ലോഗോ പ്ലേസ് ചെയ്യാം. ഒരു ലോഗോ പ്ലേസ് ചെയ്യാം.
ഒരു ഫുഡിന് പറ്റിയ ലോഗോ തൽക്കാലത്തൊന്നും എടുക്കാം. ഇനി ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം സബ്. നമ്മുടെ കമൻറ്റ് പേരെന്താ? ABCD ഫുഡ്സ്. സെലക്ട് ചെയ്യാം, കളറ് പോവാം, വൈറ്റ് ആക്കാം. ലോഗോൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റില്ല, അതായത് ഇത് ഇമേജാണ്. ഈ ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ആക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ആക്കാനും വൈറ്റ് ഉള്ളത് ബ്ലാക്ക് ആക്കാനും എന്താ ചെയ്യുക അറിയോ? അത് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ പോവുക, അഡ്ജസ്റ്റിൽ പോവുക, ഏറ്റവും താഴേക്ക് വരിക. എന്നിട്ട് ഇവിടെ എന്തുണ്ടാവും? ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് നല്ലോണം കൂട്ടുക, ഹൈലൈറ്റ് കൂട്ടുക, പിന്നെ എന്താ ബ്ലാക്ക് കുറക്കുക. വേണ്ട, ഈ ബ്ലാക്ക് ഉള്ളത് കുറച്ചാൽ ആ ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ആവും. പിന്നെ ബ്രൈറ്റ്നെസ്സും ഹൈലൈറ്റും കൂട്ടുക, കോൺട്രാസ്റ്റും കൂട്ടുക. വൈറ്റ് വേണ്ട, വൈറ്റ് ഇവിടെ ഈ വൈറ്റും കൂട്ടിയാൽ ബ്ലാക്ക് ഉള്ളത് എന്തായി? വൈറ്റായി. ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ആക്കാനും വൈറ്റ് ഉള്ളത് ബ്ലാക്ക് ആക്കാനും മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ചെറിയ ഹാക്കാണ്. ഫോണ്ടിൽ പോയിട്ട് ഇതിൽ മീഡിയം ബോൾഡ് മതി, സൈസ് കുറച്ച് കുറക്കാം. ഓക്കെ, ABC. അതിനൊരു പൂർണ്ണത ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? ആ ലോഗോ അവിടെ വെച്ചതിന് വലുപ്പം കൂടിയതോ? എനിക്ക് വലുപ്പം കൂടിയ മാതിരിയാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, വലുപ്പം കുറക്കാം നമുക്ക്. ആ ഫോണ്ട് അതിന് മാച്ചല്ല. ആ ലോഗോൻ്റെ ഫോണ്ട് ABCD ഫുള്ള് ക്യാപിറ്റൽ കൊടുത്തിട്ടാണ്. BCD. ഓക്കെ, ഓക്കെ. ABCD ഫുഡ് കളർ മാറ്റിയിട്ട് നമുക്കൊരു ഫുഡിൻ്റെ കളറാക്കിയാൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ മതി. ഇനി നമുക്കെന്ത് വേണം? ഇവിടെ നമുക്കെന്ത് വേണം? ടെക്സ്റ്റ് കൊടുക്കണം. എന്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം? നമുക്ക് ആഡ് ടെക്സ്റ്റ് ഡിലീറ്റ് ആക്കാം. ഹെഡിങ് ഇവിടെ എന്ത് കൊടുക്കാം? ഫ്രഷ് മീൽസ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഡെലീഷ്യസ് സ്പൈസി കൊടുക്കാം. സ്പൈസി മെനു, സ്പൈസി ഫുഡ്. അതിൻ്റെ താഴെ ഒരു സ്ലോഗനോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കൂലേ സൂപ്പർ മാർക്കറ്റ് ഓൾസ് അവൈലബിൾ അങ്ങനെ കൊടുക്കില്ലേ നമ്മൾ, അതുപോലെ സ്പൈസി ഫുഡ്. പിന്നെ എന്ത് കൊടുക്കാം? പിന്നെ ഫ്രഷ് ആൻഡ് ഹെൽത്തി കൊടുക്കാം നമുക്ക്. ഫ്രഷ് ആൻഡ് ഹെൽത്തി. ഇനി ഒന്നുകൂടിയും കൊടുത്താൽ അത് പൂർത്തിയായി. ഫ്രഷ് ആൻഡ് ഹെൽത്തി ഫുഡ് മെനു. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റണം. ഫോണ്ട് നമുക്ക് ഈ 8 ഞാൻ വേറെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്താട്ടോ. ഫോണ്ട് നമുക്കിത് കൊടുക്കാം, സ്പൈസി ഫുഡ്.
അതിൻ്റെ ഫോണ്ട് നമുക്ക് അതുപോലെ എക്സ്ട്രാ ബോൾഡ്. ഫുഡ് മെനു എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ ചെയ്യാം. ഫുഡ് മെനുവിനെ പോരാ, ഫുഡ് മെനുവിന് അത് കൊടുത്താൽ അത് ബോറാവും. ഫുഡ് മെനു നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു പുതിയൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കും. അപ്പം നമ്മൾ എന്തുണ്ടാക്കി, ഒരു ടൈപ്പോഗ്രാഫി അപ്പം നമ്മൾ എന്തുണ്ടാക്കി, ഒരു ടൈപ്പോഗ്രാഫി ഉണ്ടാക്കി നമ്മുടെ ഇതിനു വേണ്ടി. ഓക്കെ, ഇതിൻ്റെ കളർ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം. സെൻട്രത്തിൻ്റെ കളർ മാറ്റിയിട്ട് ഒരു ഫുഡിൻ്റെ ഏതെങ്കിലും കളർ കൊടുക്കാം. നടുവത്തിൻ്റെ മാറ്റിയിട്ട് വീണ്ടും ലാസ്റ്റത്തിൻ്റെ മാറ്റിയിട്ട് വീണ്ടും ഗ്രീന്. എല്ലാം സെലക്ട് ചെയ്യാം, Ctrl+G അടിക്കുക. എല്ലാം സെലക്ട് ചെയ്യുക, Ctrl+G അടിക്കുക, ഗ്രൂപ്പ് ചെയ്യുക, അതിനെ പൊസിഷൻ ചെയ്യുക. ഓക്കെ, സ്പൈസി ഫുഡ്, ഫ്രഷ് ആൻഡ് ഹെൽത്തി ഫുഡ് മെനു. ഇന്നുണ്ടല്ലോ ഇതിമുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു വരയും പുള്ളിയും കുത്തും, അത് നമുക്ക് ഇതിമ്മ കിട്ടില്ല. കാരണം ഇത് ഫോണ്ടിൻ്റെ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിമ്മ ആഡ് ചെയ്യണം, എന്നാലും അതൊന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എലമെൻസിൽ വരാം, നോയ്സ്, ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണം. ആ ഒരു എഫക്റ്റിൻ്റെ ഇമേജ് കിട്ടിയാൽ മതി നമുക്ക്. അതിനെന്തോന്ന് പറയും, അതിനിപ്പോൾ എന്താ പറയുക, നോയ്സ് എഫക്റ്റ്, സ്മോക്ക് എഫക്റ്റ് അല്ല, നോയ്സ് എഫക്റ്റ്. സ്പെല്ലിങ് അറിയതാ. ആടാ കിട്ടി, നോയ്സ് എഫക്റ്റിൽ നമുക്ക് സാധനം കിട്ടി. ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അധികം നോയ്സ് ഇല്ലല്ലേ, കുറച്ചും കൂടെ നോയ്സ് എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായി. വനടുത്ത് നോക്കാം. അതിൻ്റെ കളർ മാറ്റിയിട്ട് അത് ക്രോപ്പ് ചെയ്യാം. നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്യാം, എന്നിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ കളർ വൈറ്റ് ആക്കാം. വൈറ്റ് ആക്കി എന്ത് സംഭവിച്ചു, നമ്മുടെ ടെക്സ്റ്റിൻ്റെ മേലെ നോയ്സ് വന്നില്ല. എന്ത് പറ്റി, ഇവിടെ താഴെയായിരുന്നു കടന്നത്, ഇവിടെ ആയിരുന്നു കടന്നത്, നമ്മളെടുത്ത് മേലെ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ മേലെ നോയ്സ് വരാൻ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഈ ഫുഡ് മെനുവിൻ്റെ നമുക്കൊന്ന് കുറച്ച് വെക്കാം, ബാക്കിയുള്ളത് ഇട്ടോക്കാം. അങ്ങനെ വെച്ചോക്കാം, രസമുണ്ടാവും. വേണ്ട, ആഡ് ചെയ്യാം. ഇതെന്താ നേരത്തെ കാണാനേ അറിയോ, നമ്മളിവിടെ ലെയറിൽ വന്നപ്പോൾ ഈ നോയ്സ് ഇതിൻ്റെ താഴെയാണ് കിടന്നത്, അത് അതിൻ്റെ മേലെ കിടണ്ടേ, എന്നാലേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായി, ഞാൻ അവനും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, Ctrl+G. അപ്പോൾ അവനും കൂടി കൂട്ടി നമ്മൾ ഗ്രൂപ്പ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിൽ ഈ ഒരു ഡിസൈനിൽ പൂർത്തിയാവാൻ ഈ ഇല എടുത്താണ്ട് ഇവിടെ കൊടുക്കാം. അതിൻ്റെ കളറ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിനെ തിരിക്കാം.
ഓക്കെ, സ്പൈസി ഫുഡ്, ഫ്രഷ് ആൻഡ് ഹെൽത്തി ഫുഡ് മെനു. ഇതിങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെ മീൻസ് ടൈറ്റിൽ ഇങ്ങനെ അല്ല, ടൈറ്റിലൊക്കെ അവർ പറയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മെത്തേഡിലൂടെ എന്തെടുക്കും, എന്താണ് ക്യാപ്ഷൻ കൊടുക്കേണ്ടതെന്ന് എടുക്കും. ആ മെത്തേഡ് ഞാൻ AI എടുക്കുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ AI ഉപയോഗിച്ചാണ് ക്യാപ്ഷൻ എടുക്കുക. ഞാനിപ്പോൾ AI ഉപയോഗിക്കാൻ പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കരുതിയിട്ടാണ് ഞാൻ എനിക്ക് വായ കിട്ടിയൊരു സാധനം എടുത്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കണം, ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കണം. കോൾ ടു ആക്ഷൻ ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഡിസൈനിൽ പോവുക, പുതിയത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഫുഡല്ലേ, അതുകൊണ്ട് ഓർഡർ നൗ നോക്കുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കുറച്ച് 20 ആക്കുക, ബോൾഡ് ആക്കുക, ഫോണ്ടിൽ പോവുക, വേണമെന്നുണ്ടെങ്കിൽ മാറ്റുക, പെട്ടി സെലക്ട് ചെയ്യുക, പെട്ടി സെലക്ട് ചെയ്യുക, റൗണ്ടിൽ പോവുക, റൗണ്ട് ആക്കുക, ടെക്സ്റ്റ് സെലക്ട്, ഇവിടെ ടെക്സ്റ്റിൻ്റെ ഇതിൽ പോവുക, കളർ ഒരു വൈറ്റ് ആക്കുക. ഞാൻ എന്ത് ചെയ്യുക, ഓർഡറിന് നമുക്കിത് പെട്ടിയാക്കി തന്നെ വെക്കാം. നമ്മളിതുവരെ പെട്ടിയാക്കി വെച്ചില്ലല്ലോ, ഇങ്ങനെ തന്നെ കൊടുക്കാം, ഇതിന് ഇങ്ങനെ തന്നെ കൊടുക്കാം വരാം. ഓക്കെ, ഇനി ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അവനെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ വന്നാൽ പൊസിഷനിൽ വന്നാൽ പൊസിഷനല്ല, ഞാനിവനെ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തത്, അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലാണ് ടെക്സ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് സെപ്പറേറ്റ് ടെക്സ്റ്റ് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഐക്കൺ ആഡ് ചെയ്യണം അതിന്. അപ്പോൾ ഇവിടെ വരിക, അതവിടെ നിന്ന് കട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഓർഡറിനാന്നുള്ള സാധനം എനിക്ക് എന്തിട്ടി, എവിടെയോ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. നമ്മൾ ഓൾട്ട് 1 അടിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ ഓർഡറിനാവെന്ന് പറഞ്ഞത്. ഇല്ല, സാധനം വന്നിട്ടില്ല, ഇവിടെ എവിടെയും വന്നിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് ടൈപ്പ് ചെയ്ത് തന്നെ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓർഡറിൻ്റെ നൗ ബട്ടൺ വേണ്ട, ഓർഡർ നൗ ബട്ടൺ എന്ന് കൊടുത്തപ്പോൾ നമുക്കിവിടെ ബട്ടൺ കിട്ടിയതാണ്ട. നമുക്കിവിടെ എന്തുണ്ട്, ബട്ടൺ ഉണ്ട്. ബട്ടൺ വേണമെങ്കിൽ ബട്ടൺ, ഈ ബട്ടൺ അടിപൊളിയാണ്, പക്ഷെ അത് അതിൻ്റെ സിമ്പൽ നോക്കിയേ, ഫുഡല്ല നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ശരിക്ക് ഇതൊക്കെ കൊള്ളാം ഫുഡ് ഓർഡർ ചെയ്യാൻ, പക്ഷെ അതവിടെ കൊടുത്താൽ അത് കളർ മാച്ച് ആവോ എന്നുള്ളതാണ്. വേണ്ട, ഇതും കൊള്ളാം, ഓർഡർ തന്നെ ആവും, ഇതും കൊള്ളാം. നമുക്കപ്പോൾ ഇത് ഇവനെ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ നിന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് എടുത്തിട്ട് ഏതാണുള്ളത് നല്ലത് നോക്കാം. നമുക്ക് 2 ഇട്ട് നോക്കാം. ഒന്ന് നമുക്ക് ഇത് കൊടുക്കാം, ഇതൊക്കെ പ്രീമിയം ആട്ടോ, വേണ്ട ഇതെല്ലാം പ്രീമിയമാണ്. പിന്നെ നമുക്കൊന്ന് ഇവനെയും കൊടുക്കാം. പിന്നെ ഇവനുണ്ട്, വേണ്ട ഓർഡറിനാവും, ഇതുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ കൊടുക്കാൻ പറ്റും ഓർഡറിനാവെന്ന് പറഞ്ഞിട്ട്. ഇത് അടിപൊളിയായി. ഞാൻ താഴേക്ക് പോകണില്ല, താഴേക്ക് പോയാൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇത് ഇമേജ് ആട്ടോ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓർഡറിനാവെന്ന് കൊടുത്താൽ ഇവിടെ ഒരു ഫിനിഷിങ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കി. പിന്നെ ഇവനെ കൊടുത്താൽ ഇവനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓർഡറിനാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണ്ടേ. അപ്പോൾ കോൾ ബട്ടൺ, കളർ പോവാം. കളർ നമുക്ക് കോൾ ബട്ടൺ നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം.
ഏത് ബ്ലാക്കിൽ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ട് നോക്കാം. ബ്ലാക്കിൽ ചെയ്തിട്ട് അത് മാത്രം ബ്ലാക്കിലായിട്ട് അങ്ങനെ ഉണ്ടാവും നോക്കാം. ടെക്സ്റ്റ് പോവാം, സബ് ഹെഡിങ് പോവാം, നമ്പർ ആഡ് ചെയ്യുക, +91 1 2 3 4 5 6 7 8 9 നമ്പർ ആഡ് ചെയ്യുക. നമ്പർ ഇവിടെ വരിക, സൈസ് കുറക്കുക. നമ്പർ ആക്ച്വലി ബോൾഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് സൈസ് കുറച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇടായിരുന്നു. ഓക്കെ, പക്ക ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫുഡ് സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ത് ചെയ്തു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ക അല്ലേ? നമ്മൾ ഐഡിയ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ പോസ്റ്ററാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ലിങ്ക്ഡ്ഇൻ പോസ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടോ? എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? ഇവിടെ ABC എന്നുള്ളത് ഈ ലോഗോൻ്റെ പ്രോബ്ലമാണ് തോന്നുന്നുണ്ട്. ലോഗോ അവിടെ തെളിഞ്ഞ് കാണുന്നില്ല. ഓക്കെ, പ്രോബ്ലം അല്ല, ചെറിയൊരു മിസ്റ്റേക്കല്ലേ. നിങ്ങൾ വർക്ക് കൊടുക്കുമ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ. ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ അല്ലേ ഈ ഡിസൈനിൽ വന്ന്? ഓക്കെ, പടം ഒന്ന് അളകില്ലേ? ഓക്കെ, അപ്പം അതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ പോസ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ പോസ്റ്ററും സോഷ്യൽ മീഡിയ പോസ്റ്ററും നോർമൽ പോസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ്. ഓക്കെ, അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.